ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ന്യൂ ഇയറിന് നല്ലൊരു റെഡ് വെൽവെറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് നമ്മളെല്ലാം എടുക്കുന്നത്. ഈ ഒരു കപ്പ് മൈദയുടെ മാവിനകത്ത് നമുക്കിപ്പം 1 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ഒന്ന് ചേർക്കാം. അപ്പം നമ്മൾ അളവിന് വേണ്ടി കപ്പിനകത്ത് തന്നെ ആ സ്പൂണിനകത്ത് തന്നെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. 1 സ്പൂണ് ടേബിൾ സ്പൂണാണ്, അതിന് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. പിന്നെ 1 ടീസ്പൂണ്, 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ഇത്. നമുക്ക് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പം തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പോഴായിരിക്കും നമുക്ക് നല്ലതുപോലെ കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് വരത്തുള്ളൂ. നമുക്ക് ആദ്യം തന്നെ ഇതിനെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളെല്ലാം ഒരു കപ്പിൻ്റെ അളവിലാണ് എല്ലാം എടുക്കുന്നത്. നമുക്ക് ഒരു കേക്കാണല്ലോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് നല്ലതുപോലെ നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 50 ഗ്രാം ബട്ടറാണ് എടുക്കുന്നത്. നെയ്യിലല്ല ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കപ്പിൻ്റെ അളവിൽ തന്നെയാണ് പഞ്ചസാര. അത് ഷുഗർ ഞാൻ പൗഡറാക്കി വെച്ചിരിക്കുന്നതാണ്. ഷുഗർ പൗഡർ നമ്മൾ ഈ ബട്ടറും കൂടി ആദ്യം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തേച്ചാണ് നമ്മൾ പിന്നെ മുട്ട ഉണ്ണിയും വെള്ളയും നമ്മൾ മാറി മാറി വേറെ ആയിട്ട് സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മുട്ട വെള്ള തന്നെ പതപ്പിച്ചെടുക്കുകയാണെങ്കിലായിരിക്കും നല്ലതായിട്ട് പതഞ്ഞ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വേറെ വേറെ എടുത്തിരിക്കുന്നത്. പിന്നെ വേണമെങ്കിൽ നമുക്കൊരു 1/2 ഗ്ലാസ് പാല്, അത് ഒരുപാട് തിക്കായി പോയെങ്കിൽ നമുക്ക് കുറേശ്ശെ ചേർക്കേണ്ടതാണ്. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ കളറൊക്കെ ചേർക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കാണിക്കാം. അപ്പം നമ്മളൊരു വിസ്ക് വെച്ച് നമുക്ക് ആ ബട്ടറും പഞ്ചസാരയും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തേച്ച് വേണം നമ്മൾ ബീറ്റർ വെച്ചിട്ട് അടിക്കാൻ. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ബീറ്ററിൻ്റെ ഈ ബ്ലേഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ച് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ബട്ടറും പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അടിച്ച് നല്ല പതഞ്ഞിരിക്കുകയാണ്. നമുക്കിനി മുട്ടയുടെ ഉണ്ണി ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഒന്നിച്ചിട്ട് അടിക്കേണ്ട, നമുക്ക് ഓരോന്നിട്ട് അടിച്ചു കൊടുക്കാം. എന്നാൽ ഇത് മുഴുവനും നമുക്ക് അടിച്ചെടുക്കാം. അപ്പം നമ്മൾ ഉണ്ണി 4 ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ നല്ലതുപോലെ അടിച്ച് പതപ്പിക്കണം. പിന്നെ മൈദയുടെ മാവിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം അടിക്കത്തില്ല. നമ്മളൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് എടുക്കത്തേ ഉള്ളൂ. അപ്പോൾ ഇത് ഉണ്ണി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ മുട്ടയുടെ വെള്ളം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അടിച്ച് നല്ലപോലെ പതപ്പിച്ചെടുക്കണം. അത് നല്ലപോലെ പതഞ്ഞാലേ നമ്മുടെ കേക്കിന് മയം വരും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഈ മുട്ടയുടെ വെള്ളയും കൂടി അടിച്ചെടുക്കണം. അപ്പം നമ്മുടെ ബാറ്റർ നല്ല ക്രീമി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1/2 ടീസ്പൂണ് വനില എസൻസ് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അടിക്കാം. അപ്പം നമ്മുടെ മുട്ട വെള്ളം നല്ലതുപോലെ പതപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് വേണ്ടോ, മുട്ടയുടെ വെള്ളം നല്ല തിക്കായിട്ട് കിട്ടിയിരിക്കുന്നുണ്ടോ. ഇതും കൂടി ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന്, ഇനിയിപ്പോൾ അധികം ബലം കൊടുക്കാതെ നമ്മൾ ഫോൾഡ് ചെയ്ത് വേണം വെള്ളമൊക്കെ മിക്സ് ചെയ്യാൻ. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മൈദയുടെ മാവ് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ റെഡ് കളറ് 2 ടീസ്പൂൺ ഇതിൻ്റെ കൂടെ ചേർക്കണം. അപ്പോഴായിരിക്കും നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ബാറ്റർ നല്ല റെഡി ആവുന്നത്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ. അത് നല്ലതുപോലെ മിക്സ് ആയി കഴിയുമ്പോൾ നമുക്ക് ഈ മൈദയുടെ പൊടിയും കൂടി ഈ മിക്സിൽ ചേർക്കണം. അപ്പോൾ മുട്ടവെള്ളം നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം മൈദയുടെ മിക്സ്. ഒന്നിച്ചിടല്ല, കട്ട കെട്ടി പോകും. അതുകൊണ്ട് നമ്മൾ പിന്നെ ഇതിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വേണം എടുക്കാൻ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ മൈദയുടെ മാവിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കാവുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ആ പൊങ്ങി വന്നതെല്ലാം അങ്ങ് പോവും. അപ്പോൾ നമ്മുടെ മിക്സ് ഇത്തിരി കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു 2-3 സ്പൂണ് പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. പിന്നെ നമ്മളിപ്പോൾ റെഡ് കളറ് ഇതിൻ്റെ കൂടെ ചേർക്കണം. റെഡ് വെൽവെറ്റ് കേക്കല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ റെഡ് കളർ, ഫുഡ് കളർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതാണ് നമ്മൾ ചേർക്കേണ്ടത്. നമ്മളിപ്പോൾ അതിനകത്തൊരു 2 ടീസ്പൂണ് ഞാൻ റെഡ് കളറ് ചേർക്കുവാണ്.
എങ്കിലേ നമുക്ക് കേക്ക് നല്ലപോലെ നല്ല കളറിൽ ഇരിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. അത് നോക്കണം, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ്. അപ്പം നല്ലതുപോലെ ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഞാനൊരു റൗണ്ട് ഓവനകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നല്ല പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിൽ നമ്മളൊരു 30 മിനിറ്റ് വെക്കേണ്ടി വരും. നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് നല്ലതുപോലെ ട്രെയിൽ എടുത്തിട്ടുണ്ട്. ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരു 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുക്കണം, എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടി. അപ്പം നമ്മൾ ഓവന് നല്ലതുപോലെ നമ്മൾ റൗണ്ട് ഓവന് ചൂടായിട്ട് ഇരിക്കുവാണ്. അപ്പം നമ്മളൊരു 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് ആണ് ഇത് വെക്കാൻ പോകുന്നത്. നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാ സാധനവും നമ്മൾ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. മുട്ടയാണെങ്കിലും ബട്ടർ ആണെങ്കിലും ഒക്കെ. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലതായിട്ട് വരുള്ളൂ. നമുക്കൊരു ഇത് വേവുന്നവരെ വെക്കാം. അപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് കേക്ക് റെഡിയായോ എന്നൊന്ന് നോക്കാം. ആദ്യം ഒന്ന് കുത്തി നോക്കണം. അപ്പം നല്ല കറക്റ്റായിട്ടുണ്ട്. ഇത് കണ്ടോ? നമുക്ക് കേക്ക് എടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ നമുക്ക് തണുപ്പിക്കണം. തണുത്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ഇത് ഐസിങ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഈ കേക്ക് നല്ലതുപോലെ ഒന്ന് തണുക്കാൻ വെക്കാം. നമ്മുടെ കേക്ക് നല്ലപോലെ തണുത്തിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഐസിങ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തുനിന്ന് ഈ മോൾഡിനകത്തുനിന്ന് മാറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ഇതൊന്ന് 3 ലെയറായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കേക്ക് നല്ല സോഫ്റ്റ് കേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് മുകളിൽ ഇത്രയും ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കളയണം, ഒന്ന് ലെവലാക്കാൻ വേണ്ടി. അപ്പോൾ പിന്നെ ഇത് നമുക്കൊരു 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ കൂടത്തിൽ തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കണം. നമ്മൾ ഈ മുകളിൽ നിന്ന് ഇത്തിരി ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇത് കളയണ്ട, നമുക്കതൊന്ന് പൊടിച്ച് മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് ഇത് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് നമ്മളിത് കണ്ടോ നല്ലതുപോലെ കട്ട് ചെയ്ത് ഈ 3 ലെയറായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. വിപ്പിംഗ് ക്രീം അടിക്കാനുള്ള നമ്മുടെ ബ്ലേഡും ബൗളും ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോഴായിരിക്കും പെട്ടെന്ന് തന്നെ വിപ്പിംഗ് ക്രീം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ അതിന് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ ബാക്കി സമയം ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത്. പിന്നെ താഴെ നോർമലായിട്ട് എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് എടുക്കണം. അപ്പം ഞാനിന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ ഫ്രഷ് ക്രീമാണ് ചേർക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേക്കിന്. അപ്പോൾ 2 സ്പൂണ് ഫ്രഷ് ക്രീം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണ് ഷുഗർ പൗഡറും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടിച്ച് പതപ്പിച്ച് പൊങ്ങി കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ക്രീമും ഷുഗർ പൗഡറും ഒക്കെ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ വിപ്പിംഗ് ക്രീം അടിക്കുമ്പോൾ ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ട് വേണം അടിക്കാൻ. അത് കഴിഞ്ഞിട്ട് 2nd സ്പീഡിൽ 2 ഓരോരോ മിനിറ്റ് വേണം അടിക്കാൻ. പിന്നെയാണ് 3rd സ്പീഡിൽ അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിത് അടിച്ചൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നമ്മളിങ്ങനെ സ്പൂണിൽ കോരിയാൽ ഇങ്ങനെ ഇതുണ്ട്, ഈ കണക്കിനാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പം ഫ്രഷ് ക്രീമും ഈ ഷുഗർ സിറപ്പും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്നും കൂടി അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് നമ്മൾ അടിച്ചതേ ഉള്ളൂ. അപ്പോഴത്തേനും നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്രഷ് ക്രീമൊക്കെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കേക്കിന് നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും. നമുക്കിത് രണ്ടും കൂടെ ചേർത്ത് ഈ ഷുഗർ സിറപ്പ് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഷുഗർ സിറപ്പല്ല, ഷുഗർ പൗഡർ. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ക്രീം നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഫ്രഷ് ക്രീമും ഷുഗർ പൗഡറും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ച് കറക്റ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഈ സമയത്ത് ഞാൻ ഷുഗർ സിറപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
നമ്മളൊരു 1/4 കപ്പ് പഞ്ചസാരക്കകത്ത് ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ഇതും തണുത്തിട്ട് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നല്ലതുപോലെ തണുത്തിരിക്കുവാണ്. അപ്പം നമുക്ക് കേക്കിൻ്റെ ഓരോ ലെയർ എടുത്ത് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ആദ്യം താഴെ ഒരു കുറച്ച് പോർഷൻ ഒന്ന് നിരത്തി കൊടുക്കണം. അതിൻ്റെ മേളിലോട്ട് വേണം നമുക്ക് ഓരോ ലെയർ വെക്കാൻ. ഇതിൻ്റെ മേളിലോട്ട് നമുക്ക് കുറേശ്ശെ ഇത് വെച്ച് കൊടുത്ത് നല്ലതുപോലെ നിരത്തിയെടുക്കണം. അപ്പം നമുക്ക് 3 ലെയറും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ ക്രീമൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്രഷ് ക്രീമും വിപ്പിംഗ് ക്രീമും ഷുഗർ പൗഡറും എല്ലാം കൂടി നല്ലതുപോലെ അടിച്ച് ഫ്ലഫി ആക്കി വെച്ചിരിക്കുവാണ്. അപ്പം നമ്മൾ ഷുഗർ സിറപ്പും റെഡിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു 1/4 കപ്പ് പഞ്ചസാരക്കകത്ത് ഒരു 2 സ്പൂണ് വെള്ളം ഒഴിച്ച് നമ്മൾ നല്ലതുപോലെ തിളപ്പിച്ചിട്ട് അരച്ചെടുത്തതാണ്. തിളപ്പിച്ച് നമ്മൾ ഇത് നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞിട്ട് കേക്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ കേക്കിൻ്റെ താഴെ ഒരു കുറച്ചൊന്ന് ക്രീം ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ നല്ലതുപോലെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഓരോരോ ലെയർ ക്രീം വെച്ചിട്ട് ഓരോ ലെയർ നമ്മൾ 3 ലെയറും അങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. നമ്മൾ നല്ലതുപോലെ ഒന്ന് സിറപ്പ് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ക്രീം ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് വെക്കുന്നുള്ളൂ. നമ്മൾ പൈപ്പിംഗ് ബാഗിനകത്ത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് നല്ലതുപോലെ ഇത് എല്ലാ സൈഡിലും ഒന്ന് വെച്ച് ഇത് അങ്ങനെ നമുക്ക് 3 ലെയറും ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മൾ എല്ലാ സൈഡും നല്ലതുപോലെ കറക്റ്റായിട്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അത് കഴിയുമ്പോഴുള്ളത് നല്ലപോലെ ഒന്ന് സെറ്റായി വരുള്ളൂ. അപ്പം നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് സൈഡൊക്കെ ഒന്ന് കറക്റ്റാക്കി എടുക്കാം. മുകളിലൊക്കെ നല്ലതുപോലെ ഒന്ന് ലെവലായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഈ സൈഡിൽ നിന്ന് മുകളിലത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ കേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറേശ്ശെ അതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോഴായിരിക്കും നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് കാണാൻ നല്ലൊരു ഭംഗി വരുന്നത്. അപ്പം നമുക്കിത് നല്ലതുപോലെ മുഴുവനും ഫില്ല് ചെയ്ത് ഇതൊന്ന് ഇടാം. അപ്പം നമ്മൾ കേക്കിൻ്റെ പൊടിയൊക്കെ ഒന്ന് മുകളിലിട്ട് നല്ല കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 hour ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോഴായിരിക്കും നമ്മുടെ ക്രീമൊക്കെ നല്ലപോലെ ഒന്ന് സെറ്റ് ആവുന്നത്. പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം.